ഈ നിവർത്തിയെടുപ്പം എന്തും വിളിച്ചു പറയുക, എന്താണ് രാഷ്ട്രീയം, എന്ത് പറയണമെന്നൊക്കെ അറിയത്തില്ല. ഇപ്പൊ ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടനാണെങ്കിൽ അറിയാമല്ലോ, ഓട്ടോറി യാത്രയായിട്ട് ഇറങ്ങി ആദ്യം ഒന്ന് കരയ്ക്ക് കയറി, പിന്നെ എങ്ങാണ്ട് ആഫ്രിക്കയിലോ കൊളംബിയയിൽ പോയി നിക്കറൊക്കെ ഇട്ട് നടന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഇയാൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ നമ്മുടെ ഹരിയാന തെരഞ്ഞെടുപ്പ് മൊത്തം അട്ടിമറിയായി. എന്തോ ഫയലാന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മിഷനെ വിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മൊത്തത്തിൽ പിടിച്ചു. നേരത്തെ മിഷനെ ഉള്ളായിരുന്നു, അപ്പൊ കമ്മീഷനെ മൊത്തത്തിൽ പിടിച്ചു. നമ്മുടെ ഭരണഘടനാ സ്ഥാപനത്തെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കി. പുള്ളി ഇങ്ങനെ വർത്തമാനം പറഞ്ഞു 25 ലക്ഷം വോട്ട് കൊള്ള നടത്തിയാണ് ജയിച്ചത്. രാഹുൽ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് മൊത്തം ജയിക്കുന്നത്, ഇപ്പൊ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത് വോട്ട് കൊള്ള നടത്തിയാണ്. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞതിന് ശേഷം ആദ്യത്തെ ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്നലെ അതിന് ശേഷം നടത്തിയ ഒരു പ്രസ്താവന പുള്ളി പറഞ്ഞിരിക്കുന്നത് ജൻസികളെ ബോധ്യപ്പെടുത്തും. ഇവിടെ ഈ ബീഹാറിലും വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കൊള്ള നടക്കുന്നു, പക്ഷെ ഇവിടുത്തെ ചെറുപ്പക്കാർ അതിനകത്ത് വീഴത്തില്ല, ഞങ്ങൾ തന്നെ ജയിക്കും. എന്താ അർത്ഥം? എന്തുവാ അടുത്ത പ്രാവശ്യം ബീഹാറിലെ കാര്യത്തിലും പുള്ളിക്ക് തീരുമാനമായി. അപ്പൊ ഇപ്പോഴേ അവിടുത്തെ ഈ കള്ളവോട്ടിന്റെ കണക്ക് പുള്ളിയുടെ ഒന്നുമില്ല, അവിടെ ഒരു പരിപാടി നടക്കത്തില്ല. പുള്ളി പറഞ്ഞ വേറെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തിയത്, വേറെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പുള്ളിയുടെ മൊത്തം നടത്തിയത്. അങ്ങനെ ഈ പുള്ളിയെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി 100 വന്നത്, കഴിഞ്ഞ പ്രാവശ്യം 41 ഉള്ളായിരുന്നു. ഇപ്പൊ 100 വന്ന് പുള്ളി അവിടുന്ന് പ്രത്യേകം കൊണ്ടുവന്ന് സാധനം കൊണ്ടുവന്ന് ഇവിടെ നടത്തി. അങ്ങനെ അതിന് കൈകാര്യം ചെയ്തു. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനകത്ത് 2 പേരും ഇറങ്ങിയിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി.